അവൾ ഒറ്റയ്ക്ക് വിശ്വാസം ഇറങ്ങിയതാ. ആത്മഹത്യ ചെയ്യാമെന്നൊരു ചിന്തയിലാണ് അവൾ എൻ്റെ അടുത്ത് വരുന്നത്. ഞാൻ മനസ്സോടെ അവളെ ആദ്യം ആരാധനയ്ക്ക് വിട്ടത്. വീട്ടിൽ വഴികൾ തുറക്കാൻ തുടങ്ങി ദൈവം. അവര് ഒരുമിച്ച് ആ ദൈവത്തെ ആരാധിക്കുന്നത്. അവൾ ഒറ്റയ്ക്ക് വിശ്വാസം ഇറങ്ങിയതാ. ആത്മഹത്യ ചെയ്യാമെന്നൊരു ചിന്തയിലാണ് അവൾ എൻ്റെ അടുത്ത് വരുന്നത്. എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച ജീവിതമൊക്കെ ഒരു വല്ലാത്ത നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ അവൾ ആരാധനയ്ക്ക് വേണ്ടി വന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ സ്നാനപ്പെട്ടു. ദൈവം അവൾക്ക് വേണ്ടി ഒരു രാജ്യത്തിന്റെ വഴി തുറന്നു. നീണ്ട വർഷങ്ങൾ ബഹ്റൈനിൽ ജോലി ചെയ്തു. ദൈവം അനുവദിച്ചാൽ ഈ വെള്ളിയാഴ്ച അവൾ കാനഡയ്ക്ക് പോവാ. അവിടുത്തെ എല്ലാ ഓരോ പ്രോസസ്സിങ്ങിനും അവൾ വിളിച്ച് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ നേരത്തെ എന്നെ വിളിച്ച് ചോദിച്ചു, അച്ഛാ കാനഡയ്ക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എന്നാ ചെയ്യണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞു, മക്കളെ വൈകിട്ട് വരെ വെയിറ്റ് ചെയ്യണം, യേശുവോട് ചോദിക്കട്ടെ, യേശു പറയണ്ടേ, യേശുവോട് ചോദിക്കട്ടെ. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ആപ്ലിക്കേഷൻ ഇട്ടോ, അവൾക്ക് ദൈവം അവളെ രാജ്യത്തയക്കും. പറഞ്ഞോളെ. എൻ്റെ പേര് അഞ്ജു, ഞാൻ ഇലന്തൂരിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ആദ്യം വരുമ്പം ഞാൻ നാട്ടിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് 6 എക്സാം എഴുതണം, അമേരിക്കയ്ക്ക് പോകണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ അതിനെ അന്വേഷിച്ചപ്പം എൻ്റെ സാമ്പത്തികം വെച്ചും എൻ്റെ അറിവ് വെച്ചും ഒരിക്കലും സാധ്യമല്ല, 1% പോലും സാധ്യമല്ല. അപ്പം ഞാൻ പോയി അന്വേഷിച്ചപ്പോൾ ലക്ഷങ്ങളാവും, അതിൻ്റെ പ്രോസസ്സിങ്ങിനും എക്സാമിനും എല്ലാം ഒത്തിരി പൈസയാവും. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പാസ്റ്ററോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഗൾഫിലേക്ക് പോകാൻ ഒരു ഇൻ്റർവ്യൂ ഒക്കെ വന്നു. അതും ഭയങ്കര പ്രതിസന്ധികളായിരുന്നു, പോകാൻ പറ്റത്തില്ല, അതുപോലെ കുറേ തടസ്സങ്ങളായി. ഞാൻ എല്ലാ ഞായറാഴ്ചയും പാസ്റ്ററെ കയറി ചലഞ്ച് ചെയ്യും, പാസ്റ്ററെ എനിക്ക് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പാസ്റ്റർ പ്രാർത്ഥിച്ച് ഞാൻ ബഹ്റിന് പോയി. അവിടെ വെച്ച് അവിടുന്ന് ഞാൻ പിന്നെ RN പ്രോസസ്സിംഗ് ഒക്കെ ചെയ്തു. അങ്ങനെ എക്സാമിന് വേണ്ടിയിട്ട് ഡേറ്റ് എടുത്തു. ആദ്യം എനിക്ക് എഴുതിയിട്ട് കിട്ടിയില്ല. പിന്നെ ഞാൻ എഴുതാൻ ഒരു 2023 മെയ് 9 ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു. ചൊവ്വാഴ്ചയായിരുന്നു അത്. അതിന് 7 ഞായറാഴ്ച പാസ്റ്റർ എന്നെ ഇവിടുന്ന് എഴുന്നേപ്പിച്ച് നിർത്തി. പറഞ്ഞു, നീ എക്സാം പാസ്സാകും, നീ അമേരിക്കയ്ക്ക് പോകും എന്ന് പാസ്റ്റർ പറഞ്ഞു. ഞാൻ അങ്ങനെ എക്സാം എഴുതുന്നതിന് മുമ്പേ തന്നെ പാസ്റ്റർ പറഞ്ഞു. എക്സാം എഴുതാൻ ചെന്നപ്പം ഭയങ്കര പാടാണ് എക്സാം ഒരു 5 hours എക്സാം വരുന്നത്. അപ്പോൾ ഞാൻ പോയ കോച്ചിങ് സെൻറ്ററിലെ സാറ് പറഞ്ഞു, ഒരു 1.5 മണിക്കൂറൊക്കെ നമ്മൾ പാസ്സാവുകയാണെങ്കിലും ഫെയിൽ ആവുകയാണെങ്കിലും സിസ്റ്റം ഓഫ് ആകും, എന്നാലും നമുക്ക് ഉറപ്പായിരിക്കും ഒന്നീ പാസ്സായി അല്ലെങ്കിൽ ഫെയിലായി. ഞാൻ പക്ഷേ എക്സാം എഴുതി, എനിക്ക് 4.5 മണിക്കൂറോളം എക്സാം അത്രയും ടൈം എടുത്തു. അപ്പോൾ സാറ് പറഞ്ഞത് പാസ്സാവാൻ ഒരു ചാൻസും ഇല്ല അത്രയും ടൈമൊക്കെ എടുത്താലെന്ന്. ഞാൻ പാസ്റ്റർ പറഞ്ഞ ഒരു വിശ്വാസത്തിൽ ഞാൻ ഇവിടെ വന്നു. റിസൾട്ട് പാസ്റ്ററെ കൊണ്ട് തന്നെ നോക്കിപ്പിച്ചു, ഞാൻ പാസ്സായി. അത് കഴിഞ്ഞിട്ട് പിന്നെ IELTS ഒക്കെ വേണമായിരുന്നു. അതെനിക്ക് അറിയത്തില്ലായിരുന്നു. ഫസ്റ്റ് പ്രോസസ്സിങ്ങിൻ്റെ ടൈമിൽ അവർ വേണ്ടാന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ വർക്ക് പെർമിറ്റിൻ്റെ ഒക്കെ ടൈമിൽ IELTS വേണമെന്ന് പറഞ്ഞു. ഒരാഴ്ചയുള്ള ടൈം അത് കൊടുക്കണം. ഞാൻ ജസ്റ്റ് യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ചു. അങ്ങനെയൊന്നും പഠിച്ചെഴുതിയൊന്നും കിട്ടുന്നൊന്നും അല്ല IELTS. എന്നാലും ഞാൻ അങ്ങനെ യൂട്യൂബിലൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി എക്സാമിന് ഡേറ്റ് എടുത്തു. പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ ഒന്ന് ധൈര്യമായിട്ട് പൊക്കോ. ഞാൻ പോയി അതിന് എക്സാം എഴുതി. ഞാൻ ചെറിയൊരു ഹോൾ ടിക്കറ്റ് കിട്ടിയായിരുന്നു. ആ ഹോൾ ടിക്കറ്റ് കൊണ്ടുവന്നിട്ട് ഞാൻ പാസ്റ്ററെ കാണിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ പ്രാർത്ഥിക്കണം, എനിക്ക് എഴുതാൻ പോകാൻ വയ്യ, എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. പാസ്റ്റർ നീ ധൈര്യമായിട്ട് ഇരിക്കുമെന്ന് പറഞ്ഞു. എത്രയാണോ റെക്കോർഡ് സ്കോർ അങ്ങോട്ട് പോകാനുള്ള വർക്ക് പെർമിറ്റിൻ്റെ, ആ സ്കോർ ദൈവം എനിക്ക് തന്നു. എൻ്റെ കഴിവൊന്നുമല്ല, പാസ്റ്റർ പ്രാർത്ഥന മാത്രം കൊണ്ട് എനിക്ക് കിട്ടിയതാണ്. എനിക്ക് 100% ഉറപ്പാണത്. പാസ്റ്റർ എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പം ബഹ്റൈനിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നായിരുന്നു. അന്നേരം ഞാൻ എല്ലാ സൺഡേയും കയറി, പാസ്റ്റർ എനിക്ക് റെഡിയാവുന്നില്ല എന്ന് പറഞ്ഞ് എന്നും ബുദ്ധിമുട്ടിക്കും, അല്ല എന്നും വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഞാൻ ഒത്തിരി ഗ്യാപ്പ് വരണ്ടാന്ന് വിചാരിച്ചിട്ട് നാട്ടിലിവിടെ വന്നിട്ട് തന്നെ ഒരു ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് കയറിയായിരുന്നു. പാസ്റ്ററോട് ചോദിച്ചിട്ട് തന്നെ കയറിയേ. അവിടെ എനിക്ക് ഒത്തിരി അങ്ങനെ ദൈവത്തെക്കുറിച്ച് അങ്ങനെ പറയാറില്ലെങ്കിലും ഞാൻ അറിയാവുന്ന രീതിയിലൊക്കെ ഇങ്ങനെ പേഷ്യൻസിനോടൊക്കെ ഇങ്ങനെ സംസാരിക്കും, ദൈവത്തെക്കുറിച്ച് പറയാം. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഒരു പേഷ്യൻ്റ് ആക്സിഡൻ്റ് ആയിട്ട് ഇങ്ങനെ വന്നു. അപ്പോൾ ആ അങ്കിളിനോട് ഞാൻ ഇങ്ങനെ ദൈവത്തിന് ഇങ്ങനെ പറഞ്ഞു, അങ്കിൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, ഏത് ചർച്ചിലാണ് പോകുന്നത് ഇങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എലോഹീം എന്നാണ് ഞാൻ പോകുന്ന ചർച്ചിൻ്റെ പേര്. അപ്പം എന്നോട് പാസ്റ്റർ ബിനു വാഴമുട്ട. ഞാൻ പറഞ്ഞു, അതെ. എനിക്ക് വേണ്ടി ഇത്രയും കരഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് ഇന്ന് വരെ ഞാൻ എന്തൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഈ മനുഷ്യൻ്റെ കണ്ണുനീരാണ്, ഈ മനുഷ്യൻ്റെ പ്രാർത്ഥന മാത്രമാണ്. ഞാൻ എന്തൊക്കെ ആശയപ്പെട്ടിട്ടുണ്ടോ എല്ലാം പാസ്റ്റർ എനിക്ക് വേണ്ടി ദൈവത്തോട് ചോദിച്ചു തന്നതാണ് ഇതുവരെ ഞാൻ നടന്നതെല്ലാം. എൻ്റെ എല്ലാ സങ്കടത്തിലും എല്ലാം എൻ്റെ പാസ്റ്റർ എൻ്റെ അപ്പനെ പോലെ, എൻ്റെ സ്പിരിച്വൽ ഫാദറാണ്. എൻ്റെ അപ്പനെ പോലെ എൻ്റെ കൂടെ നിന്ന്, എൻ്റെ എല്ലാ സങ്കടത്തിലും എൻ്റെ കൂടെ നിന്ന് ഈ പാസ്റ്ററെ വിട്ട് ഞാൻ എങ്ങോട്ട് പോയി. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവദാസനും സഭയ്ക്കും 1000 നന്ദി പറയുന്നു.
പ്രിയരെ, അവിടെ ഹസ്ബൻഡ് ഈ പ്രാർത്ഥനയൊന്നും അവന് വിശ്വാസമില്ല. പക്ഷെ ഇവർക്ക് കാനഡയിൽ പോകാൻ വഴി തുറന്നപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ മനസ്സോടെ അവളെ ആദ്യം ആരാധനയ്ക്ക് വിട്ടത്. പിന്നീട് ഞങ്ങളുടെ വീട്ടിൽ വഴികൾ തുറക്കാൻ തുടങ്ങി ദൈവം. നിങ്ങൾക്കറിയാമോ, അവര് ഒരുമിച്ച് ആ ദൈവത്തെ ആരാധിക്കുന്നത്. അവർക്കൊരു കുഞ്ഞുണ്ട്, അവരൊരുമിച്ച് ആ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ ദൈവം നമ്മളെ നടത്തിയതാ. ഈ മോൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവം അനുവദിച്ചാൽ വെള്ളിയാഴ്ച അവള് കാനഡയിലേക്ക് പോകുന്നു. അവിടെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു ആ രാജ്യത്ത് പോകണം. ദൈവം ആ ഡ്രീമിന് ഒപ്പം അവിടെ കൂടെ നിന്നു. യേശു നിന്നുകൊണ്ടാകട്ടോ, ഞങ്ങളാരും കൂടെ നിന്നുകൊണ്ടല്ല, യേശു നിന്നുകൊണ്ടാ. യേശുവിൻ്റെ ശക്തിയും സാന്നിധ്യവുമാണ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, അഞ്ജുവിന് വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച. പിതാവേ, ഞങ്ങളുടെ മകൾ ഈ വെള്ളിയാഴ്ച ഇവിടുന്ന് കടന്നു പോകുകയാ. അതിൻ്റെ വലിയ സാന്നിധ്യം കൂടെ നിൽക്കണം. അവര് കുടുംബമായ രാജ്യത്ത് ദൈവത്താൽ മാനിക്കപ്പെട്ട് അനുഗ്രഹിക്കപ്പെടാൻ ദൈവമിടയാക്കുന്നതിന് സ്തോത്രം. ഞങ്ങൾ യേശുവിൻ്റെ നാമം ചൊല്ലി ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവം ആദരിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. കുഞ്ഞെ, ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട്. ഐ ബ്ലസ് യു. യേശു